ക്രിസ്തു ദർശനങ്ങൾ ജീവിതത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു സുവിശേഷമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജു സാർ. വളരെ മാതൃകാപരമായ ഒരു ജീവിതമാണ് ബിജു സാർ ഈ സമൂഹത്തിന് മുൻപിൽ കാണിച്ചു തരുന്നത്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വെള്ളിയാഴ്ചകളിൽ മുഴുവൻ സമയം ആരാധനയ്ക്ക് മുൻപിൽ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ബിജു സാർ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ എത്തിച്ചേരുകയും അവിടുത്തെ ആളുകൾക്ക് ഹെയർ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ ചെയ്തു നൽകുകയും ചെയ്യുന്ന ഇദ്ദേഹം ആഴ്ചയുടെ ബാക്കി ദിവസങ്ങളിൽ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. 330ഓളം കുടുംബങ്ങളെയാണ് ഇന്ന് ബിജു സാർ സംരക്ഷിച്ചു പോരുന്നത്. ആഹാര സാധനങ്ങളും മറ്റ് സഹായങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ് ബിജു സാർ ചെയ്യുന്നത്. സുമനസ്സുകളായ മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ബിജു സാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ഒട്ടുമിക്ക ഭവനങ്ങളിലും കടന്നു ചെല്ലുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും അർഹരായ കുടുംബങ്ങൾക്ക് മാത്രമാണ് ബിജു സാറിൻ്റെ സഹായങ്ങൾ ലഭ്യമാകുന്നത്. ആരെങ്കിലും സഹായത്തിനായി ആവശ്യപ്പെട്ടാൽ ബിജു സാർ നേരിട്ട് അവരുടെ ഭവനങ്ങളിൽ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അയൽപക്കങ്ങളിൽ ഒക്കെ അന്വേഷിച്ചതിന് ശേഷം അവർ അർഹരാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ബിജു സാർ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. രണ്ടാമത് ഒരു ശ്രദ്ധേയമായ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒട്ടും പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ വളരെ ശാന്തമായാണ് ബിജു സാർ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് ഒരു വീട്ടിലോട്ട് അരിയും ഓണക്കിറ്റുമൊക്കെയായി ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരും കൂടി പൊട്ടിക്കരയുന്ന ഒരു രംഗം ഉണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു മുഹൂർത്തമായി ഞാൻ കരുതുകയാണ്. കാരണം ഒരു നിവൃത്തിയുമില്ലാതിരുന്ന ഒരു കുടുംബത്തിലോട്ട്, ഓണം എങ്ങനെ ആഘോഷിക്കണമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലോട്ട് അരിയും ഓണക്കിറ്റുമായി ഞങ്ങൾ ചെന്നപ്പോൾ ആ കുടുംബത്തിലെല്ലാവരും പൊട്ടിക്കരയുന്ന ഒരു സുന്ദരമായ ഒരു ഹൃദ്യമായ അനുഭവം ഉണ്ടായി. ഇതുപോലെ നൂറുകണക്കിന് അനുഭവങ്ങളാണ് ബിജു സാറിൻ്റെ കൂടെ ഈ വീടുകളിൽ പോകുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ദേശത്ത് അനേകം പാവപ്പെട്ട വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അനാഥാലയങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിജു ബ്രദറിനെ കഴിഞ്ഞ 16 വർഷമായി എനിക്ക് നല്ല പരിചയമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വചനത്തിലൂടെ പറയുന്നുണ്ട്, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് സ്വന്തം കാര്യങ്ങളാണ്, യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളല്ല. എന്നാൽ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, സ്വന്തം കാര്യങ്ങളെക്കാൾ ഉപരി യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ ഓടി നടന്ന് അന്വേഷിച്ച് പ്രാവർത്തികമാക്കുന്ന ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ശുശ്രൂഷയിലായിരുന്ന കൂട്ടുപുഴ സ്നേഹഭവനിലും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന പയ്യാവൂര് വെമ്പുവ തെരേസാ ഭവനിലെ അനാഥാലയത്തിലും അനേകം നാളുകളായി എല്ലാ വ്യാഴാഴ്ചയും കടന്നു വരികയും അവിടെയുള്ള അനാഥരായ മക്കളുടെ മുടി മുറിക്കാനും ഷേവ് ചെയ്ത് കൊടുക്കാനും അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ വലിയ താല്പര്യത്തോടെ ബിജു ബ്രദർ കടന്നു വരുന്നത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലായ്മകളോ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ അനേകർക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ അവിടെയും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി പച്ചക്കറി മറ്റ് സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു തരുന്നത് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇടവകയിലെ അസിസ്റ്റൻ്റ് വികാരിയായി വന്ന ഫാദർ ടോമി എടാട്ട്
വിശുദ്ധ കുർബാന മധ്യേ നിങ്ങൾ പാവപ്പെട്ടവരെക്കുറിച്ച് ചിന്ത വേണം എന്ന വചന സന്ദേശമാണ് ഈ ഒരു മേഖലയിലേക്ക് ആഴമായിട്ട് വരുവാനായിട്ട് കാരണമായി തീർന്നത്. തുടർന്ന് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള അനാഥ മന്ദിരങ്ങളിൽ അവശരായി കിടക്കുന്നവരെ സന്ദർശിക്കുവാനും അതുപോലെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ വേദനിച്ച് കഴിയുന്നവരുടെ അടുത്തേക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ പോവുകയും തുറന്നുകൊണ്ട് പോയിരുന്നു. തുടർന്ന് അനാഥ മന്ദിരങ്ങളിൽ ജോലി സ്ഥലത്ത് നിന്ന് മാസത്തിൽ 2 ദിവസം ലീവ് എടുത്ത് അവിടെ പോയി അവിടെയുള്ള മക്കൾക്ക് ആവശ്യമായ ശുശ്രൂഷകൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു ഞാൻ പോരുകയായിരുന്നു പതിവ്. മദർ തെരേസയെ കുറിച്ച് നവീൻ ചേവുള്ളി എഴുതിയ ഒരു പുസ്തകം എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. തുടർന്ന് ഞാനത് പലവട്ടം ആ പുസ്തകം വായിച്ചു. അങ്ങനെ മദർ തെരേസയുടെ ഭവനം കാണാനായിട്ട് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായി. വളരെ യാദൃശ്ചികമായി ഒരു 5 ലിറ്റർ വെള്ളവും ഒരു ചെറിയ കന്നാസിൽ 5 ലിറ്റർ വെള്ളവും 2 ജോഡി ഡ്രസ്സുമായിട്ട് ഞാൻ കൽക്കത്തയിലേക്ക് വണ്ടി കയറി. JC ബോസ് റോഡ് എന്ന ആ ഒറ്റയൊരു അഡ്രസ്സ് മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. പക്ഷേ വളരെ 4 ദിവസത്തെ യാത്ര വളരെയധികം പരിപാലനയോടെ ഞാൻ കടന്നുപോയി. അവിടെ ചെന്ന് അവിടെയുള്ള നിർമ്മൽ ഹൃദയ എന്ന ഭവനത്തിലെ ശുശ്രൂഷകൾ എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. കാരണം അവിടെയുള്ള തളർന്ന് അവശരായി മരിക്കാറായി കിടക്കുന്ന രോഗികളെ സ്വന്തം കുഞ്ഞുങ്ങളെ എന്ന പോലെ അവിടെയുള്ള സിസ്റ്റേഴ്സ് പരിപാലിക്കുന്നത് കണ്ടപ്പോൾ അതെന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. തുടർന്ന് ഞാൻ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള അനാഥ മന്ദിരങ്ങളിൽ 1 മാസമൊക്കെ ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്ക് ബൈസ്റ്റാൻഡായിട്ട് ആരുമില്ലാതിരുന്ന അവർക്ക് വേണ്ടി ബൈസ്റ്റാൻഡായിട്ട് ശുശ്രൂഷ ചെയ്തു. തുടർന്ന് ഞാൻ എൻ്റെ ഇടവകയിൽ ഉളിക്കൽ ഇടവകയിലെ ദേവാലയ ശുശ്രൂഷയായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അപ്പോഴും ഈ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് സെഹിയോൺ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അവിടെയുള്ള ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിംഗ് ചെയ്ത സിസ്റ്റർ ഞാൻ ചെയ്ത ശുശ്രൂഷകളെല്ലാം എന്നോട് പറയുകയും ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഇനി അത് നിർത്താതെ തുടർന്നുകൊണ്ട് പോകണമെന്ന് സിസ്റ്റർ എന്നോട് പറയുകയും ചെയ്തു. വീണ്ടും നാട്ടിൽ വന്ന് ഞാൻ ഈ വീടുകളിൽ തളർന്ന് കിടക്കുന്നവരെക്കുറിച്ച് അന്വേഷിക്കുകയും ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ തുടർന്ന് അടുത്തുള്ള ആളുടെ കുറിച്ചുള്ളൊരു അഡ്രസ്സ് എനിക്ക് ലഭിക്കും. അങ്ങനെ ഇന്ന് 150-ൽ പരം വീടുകളിൽ തളർന്ന് കിടക്കുന്ന രോഗികളും ക്യാൻസർ രോഗികളുമായി ഏകദേശം 300ഓളം വീടുകളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ജൂൺ 3-ാം തീയതിയാണ് സംഭവിച്ചത്. കിണർ വൃത്തിയാക്കാൻ ഇറങ്ങി, വൃത്തിയാക്കി എല്ലാം കോഴി വൃത്തിയാക്കി കോഴി കൊടുത്ത് അത് കഴിഞ്ഞ് തിരിച്ച് അന്നേരം കയറാൻ ഇറങ്ങുമ്പം ഒരു ഓന്ത് താഴോട്ട് പോകും. ആ ഓന്തിനെ കൂടെ രക്ഷിച്ചിട്ടാണ് ഞാൻ കയറി പോകുന്നത്. മുകളിലെത്തി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു വിഷമം, കയറാൻ പറ്റാത്ത പോലെ. മുകളിലും കയറാൻ പറ്റുന്നില്ല, താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സ്റ്റക്കായ പോലെ ആയിപ്പോയി. അങ്ങനെ പെട്ടെന്ന് കുറേ നേരം പിടിച്ച് നിന്ന് നോക്കി. പക്ഷെ അങ്ങനെ കൈയും കാലൊക്കെ തളർന്ന് താഴോട്ട് പോകായിരുന്നു. 18 അടിയോളം താഴ്ചയുണ്ട്. അതിപ്പം 17 അടിയോളം ഞാൻ കയറി വന്നു. ഒരു അരഞ്ഞാണം കൂടി കയറി കഴിഞ്ഞാൽ എനിക്ക് അരക്ക് കയറാം. അങ്ങനെ പരിഹാരത്ത് സീറ്റുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് 22 ദിവസത്തോളം പരിഹാരത്ത് നടന്നു. അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പം കാട്ടിക്കുളത്ത് കുറിച്ചന്മാരുടെ ചികിത്സ ഉണ്ടായിരുന്നു, തിരുമൽ ചികിത്സ, ഉഴിച്ചിൽ ചികിത്സ, അതിന് പോയി. അവിടെ 9 മാസത്തോളം ചികിത്സയായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെ എണീറ്റ് ഇരിക്കാനൊക്കെ പറ്റിയത്. ബിജുവേട്ടനായിട്ട് പരിചയപ്പെട്ടത് ദൈവം കൊണ്ട് തരുന്ന പോലെ വന്നതാണ്. ബിജുവേട്ടനെ മുമ്പ് പരിചയമില്ല. അങ്ങനെ ആരോ അറിഞ്ഞ് അങ്ങനെ വന്നതാണ്. അതിനുശേഷം ബിജുവേട്ടൻ ഞങ്ങൾക്ക് ഒരുപാട് സഹായിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുവന്ന് അരി സാധനങ്ങളിൽ ചിലപ്പം സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. 2 വർഷമായിട്ട് ബിജുവേട്ടനാണ് നമുക്ക് പുസ്തകം, ബാഗ്, നോട്ട് ബുക്കെല്ലാം തരും. അങ്ങനെ കൊട ഒക്കെ എത്തിച്ചേരാറുണ്ട്, ചുറ്റുപാത്രം ഒക്കെ. ബിജുവിനെ സംബന്ധിച്ച് ഒരുപാട് പറയാനും അത് ജീവിതത്തിൽ പകർത്താനുമുണ്ട്. പാവപ്പെട്ടവരെ ഏതെല്ലാം പഞ്ചായത്തുകളിലും ഉണ്ടോ ആ ഇരട്ടി മേഖലയിൽ നിന്നല്ല, കൊട്ടിയൂർ മേഖലയിൽ വരെ എത്തി കണ്ടുപിടിച്ചു ഞങ്ങളെ പരിചയപ്പെടുത്തുകയും വ്യാപാരി വ്യവസായി ഞങ്ങൾ സാം തോമസ്, മുരളി
അങ്ങനെ 18 മെമ്പർമാർ എക്സിക്യൂട്ടീവുള്ള ഞങ്ങളുടെ യൂണിറ്റിൽ അദ്ദേഹം നമ്മളോട് ഒരു ദിവസം ആവശ്യപ്പെടുകയും അങ്ങനെ 50ഓളം പേരെ ഞങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 2 വർഷത്തെ ഓണക്കിറ്റ് ഞങ്ങൾക്ക് വിജുവിൽ വഴി കൊടുക്കാൻ കഴിയും. ഞങ്ങൾ കൊടുക്കുന്നതിൻ്റെ പുറമെ അത് വിജുവിൽ നിന്നും ഒരുപാട് ഞങ്ങൾക്കൊരു അനുഭവം കണ്ടെത്താനും ഒരു സന്തോഷം, ഒരു മനസ്സിനൊരു സമാധാനവും കണ്ടെത്താൻ കഴിഞ്ഞു. അത് വിജുവാണ്. അതിനുശേഷം ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ സെക്രട്ടറി സാം തോമസ് മുരളീധരൻ ഈ മേഖലയിൽ വളരെയധികം ശ്രദ്ധാപൂർവം പാവപ്പെട്ടവർക്ക് അറിഞ്ഞും അറിയാതെയും സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ വിജുവും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായപ്പോൾ നമുക്കുണ്ടായ ആ മനസ്സിനുള്ള ആ സന്തോഷം എത്ര തന്നെ പറഞ്ഞാലും തീരാത്ത ഒരു ഇതിലാണ്. കഴിഞ്ഞ ഒരു ഓണത്തിൽ കിറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് മേച്ചേരി, മേഖലാ പ്രസിഡൻറ്റ് സതീശൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് 70 പേർക്കും കൊടുത്തിരുന്നു. പിന്നെയും വിജുവിൻ്റെ അടുത്ത് ഒരു ആളുകൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ട് വർഷം തോറും ഇങ്ങനെ കൊടുക്കണം എന്നുള്ള നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് ഓരോരുത്തരും ഓരോ കിറ്റ് ചോദിക്കുമ്പോൾ 2 കിറ്റ് തന്നവരും 3 കിറ്റ് തന്നവരും 1000ഉം 1500ഉം വില വരുന്നവർ തന്നവരുണ്ട്. 500 രൂപ. ഇത് എൻ്റെ പ്രിയപ്പെട്ട യൂണിറ്റ് മെമ്പർമാർക്ക് ഒരു വല്ലാത്തൊരു ആവേശം ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ അധ്യാപകൻ എന്ന നിലയിലും സൺഡേ സ്കൂൾ അധ്യാപകൻ എന്ന നിലയിലും ബിജുവിനെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. എൻ്റെ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു കാരുണ്യത്തിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് ഈ ബിജുവിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ചെറിയവരിൽ ഒരുവിന് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള കർത്താവിൻ്റെ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ് ബിജു. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു സംഗതിയാണ്. ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദുഃഖിക്കുന്നതായിട്ട് കാണുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എല്ലാ പോരായ്മകളുടെ ഇടയിലും സന്തോഷത്തോടുകൂടി എല്ലാം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരു മനോഭാവമാണ് ബിജുവിനുള്ളത്. ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും തുടർന്ന് ആ ശുശ്രൂഷ അവർ നേരിട്ട് വന്ന് കണ്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് വഴി ഇന്ന് അനേകം ആളുകൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് സഹായിക്കുന്നുണ്ട്. അത് ഈ എൻ്റെ നാട്ടിൽ തന്നെയുള്ള അനേകം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ജോസഫ് ചേട്ടനും ടോമി ചേട്ടനും ബിനോയ് ജോൺ സാറും അങ്ങനെ ഒത്തിരി ആളുകൾ ആ മേഖലയിലെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്നെ കാണുക പോലും ചെയ്യാതെ ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ അവരുടെ അഡ്രസ്സ് മേടിച്ച് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ന് അനേകം കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ട് ഒത്തിരിയധികം ടീച്ചേഴ്സ് അവരെ ശമ്പളത്തിൻ്റെ ഒരു ദശാംശം ഈ ഒരു നിയോഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പലപ്പോഴും ഒത്തിരിയേറെ പ്രതിസന്ധികൾ വരുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം ലഭിക്കുകയും തുടർന്ന് ആ ബോധ്യമനുസരിച്ച് പോകുമ്പോൾ അതെല്ലാം അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഒത്തിരിയേറെ വൈദികരുടെ പ്രാർത്ഥന ഈ ഒരു ശുശ്രൂഷയിൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ മാമോദിസ നൽകിയ ഫാദർ നരിപ്പാറ അച്ഛൻ പലപ്പോഴും എനിക്ക് നല്ല പ്രാർത്ഥനാ സഹായം എപ്പോഴും ഉണ്ട് അച്ഛൻ്റെ. അതോടെ നിരവധി വൈദികർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ അനവധി രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ സമയങ്ങളിൽ എനിക്ക് വേണ്ടി എൻ്റെ ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. ആ ഒരു അതുപോലെ എൻ്റെ ഇടവക സമൂഹത്തിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയൊക്കെ ആ പ്രാർത്ഥനാ സപ്പോർട്ട് എനിക്ക് എപ്പോഴും പിൻബലമായിട്ട് മുൻപോട്ട് പോകാറുണ്ട്. എന്തായിരുന്നാലും വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഞാൻ ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമാണ് മുന്നോട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നതും. അതേപോലെ ഈ യാത്രയ്ക്കിടയിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച 8 വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ച ഒരു അപ്പച്ചൻ്റെ കണ്ണുനീര്
സ്വന്തമായി എനിക്കൊരു ഇടമില്ല എന്നുള്ളൊരു വേദന പലപ്പോഴും എന്നെ അലട്ടിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെയൊക്കെ ദൂർത്ത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഒരു ദിവസം ഒരു സായാഹ്നത്തിൽ ഒരപ്പച്ചൻ്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ വീട്ടിൽ അപ്പച്ചൻ ചൂടുവെള്ളവും കുടിച്ച് ചെറിയ പഴവും തിന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ വീടിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ ആ വീട്ടിൽ ആവശ്യത്തിന് അരിയോ സാധനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ വീട്ടിൽ ചെന്നപ്പോൾ ആ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പെറ്റ്ഗിരി എന്ന ഒരു പട്ടിക്ക് കൊടുക്കുന്ന ഒരു മരുന്ന്, 1 കിലോയ്ക്ക് 190 രൂപ വിലയുള്ള മരുന്നാണ്, ആ ഒരു ഫുഡാണത്. അത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് ഞാൻ ഓർക്കുകയാണ്. എന്നിട്ട് 1 കിലോ പാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് 5 കിലോ പാക്കറ്റേ ഉള്ളൂ. അയാൾ പറഞ്ഞു അത് മേടിച്ചിട്ട് പറയാം, ഞാൻ പൈസ അവിടെ കൊടുത്തോളാമെന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള സഹോദരൻ ഒരു ആവശ്യത്തിന് ഭക്ഷണമോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഒരു സാധനവും ഇല്ലാതെ വേദനിക്കുമ്പോൾ പട്ടിക്ക് ആവശ്യമായി എല്ലാം കൊടുക്കുന്ന ഒരു വേദനിപ്പിക്കുന്ന അനുഭവമുണ്ട്. ആ അപ്പച്ചൻ്റെ കണ്ണുനീരാണ് എന്നെ സ്വന്തമായൊരു ഇടമില്ല എന്നൊരു സങ്കടം പലപ്പോഴും എന്നെ അലട്ടിയിട്ടുണ്ട്. ഒരു വഴിയില്ലാതെ പലപ്പോഴും ഞാൻ ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിച്ചു. പലപ്പോഴും എനിക്കത് വലിയ ആയതുകൊണ്ട് സാധിച്ചില്ല. അപ്പോഴാണ് നിങ്ങൾ തന്നെ അവർക്ക് ഒരുക്കി കൊടുക്കുവിൻ. ആ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്വന്തമായിട്ട് 38 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ തന്നെ ഒരു നല്ലൊരു വീട് പണിത് കൊടുത്താലോ എന്നൊരു ചിന്ത ഉണ്ടായി. ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. അനേകം എൻ്റെ സ്നേഹിതരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഷെയർ ചെയ്തപ്പോൾ ദൈവഹിതമാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ദൈവം അത് നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കാൻ ദൈവം കോട്ടയത്തുള്ളൊരു സഹോദരനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയമാകാതെ ബുദ്ധിയിൽ ആശ്രയിച്ച് പോകുമ്പോഴാണ് എല്ലാം തടസ്സപ്പെട്ടു പോകും. പക്ഷേ ദൈവമഹത്വത്തിനായിട്ട് മാത്രം ശുശ്രൂഷ ചെയ്യുമ്പോൾ അതെല്ലാം വിജയമായിട്ട് മാറും. ഈ ഒരു യാത്രയ്ക്കിടയിലാണ് ഈ സഹോദരന് വേണ്ടി ഒരു വീടിൻ്റെ സ്വപ്നം ഉണ്ടായത്. ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ജീവിത പങ്കാളി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒത്തിരിയേറെ ദിവസങ്ങൾ ഈ ഒരു ശുശ്രൂഷയെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ഒരു കുടുംബം എനിക്ക് ഓഫർ ചെയ്ത് 50 ചാക്ക് സിമൻ്റാണ്. പിന്നീട് അങ്ങോട്ട് ഏകദേശം 8 ലക്ഷം രൂപയോളം ആ വീടിന് ചിലവ് ആയി. പക്ഷേ എനിക്കൊരു കടബാധ്യതയില്ലാതെ ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും വളരെ മനോഹരമായിട്ട് കർത്താവിന് ഒരു ഇടം കൊടുക്കുവാൻ ആ ഒരു വർഷത്തെ ഒരു കഴിഞ്ഞ ഡിസംബറിൽ ആ ഒരു സ്വപ്നം പൂർത്തിയാക്കുവാനായിട്ട് 2 കുടുംബങ്ങൾക്ക് താമസിക്കുവാനായിട്ട് ഒരു ഇടം ലഭിക്കുവാനായിട്ട് ദൈവം എനിക്കും ഈ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവമക്കളാണ്. ദൈവമക്കളെങ്കിൽ നമ്മൾ അവകാശികളുമാണ്. നമ്മൾ ഏറ്റെടുക്കുന്ന ശുശ്രൂഷകൾ ദൈവമഹത്വത്തിനായിട്ട് മാറുമ്പോൾ അത് ദൈവം നമ്മളെ ഒത്തിരിയേറെ ഉയർത്തും. ബിജു പറഞ്ഞു, സാറേ എനിക്കൊരു ഡ്രീമുണ്ട്, എൻ്റെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീടുകൾ വെച്ചാലോ എന്നൊരു ആശയമുണ്ട്, സാറിന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ. ബിജു നല്ലൊരു ആശയമാണല്ലോ. ബിജു വീണ്ടും എൻ്റെ അടുത്ത് വന്നു, പ്ലാൻ തയ്യാറാണെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു, ബിജു നമുക്ക് സ്ഥലത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ബിജുവിൻ്റെ കൂടെ പോയി. അപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, സാറിന് എന്താണ് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തുടങ്ങാൻ തന്നെ. ബിജു മെസ്സേജ് കാണുന്നേ, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു, JCB വിട്ടു, ഇതെല്ലാം ശരിയാക്കി. പക്ഷേ പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ബിജു എല്ലാം റെഡിയല്ലേ, നമ്മൾ തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം ബിജുവിൻ്റെ അടുത്ത് ഫണ്ടൊക്കെ റെഡിയാണ്, കുറേയെങ്കിലും ഉണ്ടാവുന്നതാണ്. പക്ഷേ വളരെ അത്ഭുതമായിരുന്നു. അപ്പം ബിജു വളരെ നിസ്സഹായിട്ട് എന്നോട് പറയുന്നത്, സാർ എൻ്റെ അടുത്ത് 1 രൂപ പോലും ഇത് തുടങ്ങാൻ വേണ്ടിയില്ല. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? ബിജു പറഞ്ഞു, തുടങ്ങാമെന്ന് എനിക്ക് തോന്നി സാറേ എന്ന് പറഞ്ഞു. ഇതാണ് ബിജുവിന് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ്. അപ്പം ഞാനും പറഞ്ഞു എന്താണേലും നമുക്ക് തുടങ്ങിയേക്കാം. അപ്പം വീണ്ടും ബിജു ഈ ഫണ്ടിൻ്റെ കാര്യത്തിലാണ് കൺഫ്യൂഷൻ. അപ്പം ബിജു നേരെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ബിജുവിനോട് ആരാണ് തുടങ്ങാൻ പറഞ്ഞത്? ദൈവമല്ലേ തുടങ്ങാൻ പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് തുടങ്ങാം, ഫണ്ടൊക്കെ തന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ബിജു പ്രാർത്ഥിക്കുന്നതിന് എന്താണ് അടിസ്ഥാനം എന്ന് ഞാൻ ചോദിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ അടുത്തൊരു സൈറ്റിൽ ഒരു സെറ്റിംഗ് ഔട്ട് ഉണ്ടായിരുന്നു. ഞാൻ അതിന് പോയപ്പം അതിൻ്റെ ഈ വീട് പണിയുന്ന ആളുമായിട്ട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തു. ഉടനെ തന്നെ അയാൾ എനിക്ക് ഇതിന് വേണ്ട സഹായങ്ങൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഒരു മനോജ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടായിരുന്നു. പുള്ളി അതേ ഉടനെ തന്നെ ഒരു 10,000 രൂപീസ് ബിജുവിൻ്റെ ഈ ആവശ്യത്തിലേക്ക് തരുന്നുണ്ടായി. പിറ്റേ ദിവസം ബിജു എന്നെ വിളിച്ചിട്ട് പറയുന്നു, സാർ ഒരാൾ ഒരു 600 ബ്രിക്സ് തരാമെന്ന് പറഞ്ഞു.
കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ 50 ബാഗ്സ് സിമെൻറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പല 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 അപ്പം ഞാൻ ബിജുവോട് പറഞ്ഞു, ബിജു ഇപ്പം മനസ്സിലായോ പ്രാർത്ഥിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പം ബിജു പറഞ്ഞു, സാറേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, കാരണം ഞാൻ അന്ന് എനിക്കിങ്ങനെ സംശയമായിരുന്നു നടക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് നടക്കും. അങ്ങനെ പലരിലൂടെ ഞങ്ങൾ ആ വീടിൻ്റെ പിന്നെ ഉടനെ തന്നെ ഞങ്ങൾ വീടിൻ്റെ പണി ആരംഭിക്കുകയും ഏകദേശം ഒരു 2-3 months കൊണ്ട് ഞങ്ങളത് കംപ്ലീറ്റ് ആവും. 2 ആൾക്കാരെ അവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ബിജുവിൻ്റെ ആ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടായിരുന്നു. കാരണം നമ്മളൊക്കെ ഇപ്പം ഞാനടക്കം കുറേ സ്ഥലങ്ങളോ കുറേ ഇതൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം ഉള്ളതിൻ്റെ അകത്തുനിന്ന് ഒരു വീതം, ബിജു താമസിക്കുന്നതും വളരെ ചെറിയൊരു വീട്ടിലാണ്. അപ്പോൾ അത് ബിജു താമസിക്കുന്നതിനേക്കാൾ നല്ലൊരു വീട് അവിടെ വെച്ച് കൊടുക്കാൻ, അങ്ങനെ ഒരു ആശയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ സ്വാർത്ഥതകളൊക്കെ വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. 2 വർഷം മുമ്പ് ഇതേ സമയം ഒരു 3-3:30-4 മണിയായിട്ടുണ്ടാവും. എന്നെ അന്വേഷിച്ച് വന്നു. ഇയാൾ വന്നു. അപ്പോൾ ഞാനൊരു 3-4 ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലും വളരെ വിഷമത്തിലും ഇരിക്കുന്ന സമയം ഇയാൾ കൊണ്ടുവന്ന് ഒരു 5 കിലോ അരിയൊക്കെ തന്ന് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞങ്ങ് പോയി. പിന്നെ തൊട്ട് എൻ്റെ എല്ലാ വിഷമങ്ങൾക്കും അങ്ങേരൊന്ന് സഹായിച്ചേ. പിന്നെ ഞാനൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. സൂക്കേടിന് മരുന്ന് മേടിക്കാനും പൈസ തരും എല്ലാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എനിക്ക് ബുദ്ധിമുട്ടാകുന്നു, പോകുന്നുണ്ടെങ്കിൽ സഹായം ചെയ്യും. അങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും നമുക്ക് വീട്ടുകാരനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ താമസിക്കാൻ വാടക എടുക്കാൻ നിർത്തി എൻ്റെ മകൻ എന്നെ വീട്ടിലങ്ങ് പോയി കിടന്നു. അപ്പോൾ ഞാൻ വളരെ വിഷമിച്ചപ്പോൾ ഇവനോട് വിവരം പറഞ്ഞിരുന്നു. അപ്പച്ചൻ പേടിക്കണ്ട, നമുക്ക് ആ വീട് ശരിയാവും, വീട് ശരിയാകുമ്പോഴത്തേനാവും. അങ്ങനെ ഒരു 6-7 മാസം മുമ്പ് എന്നെ ഒന്ന് വേണ്ടി പറഞ്ഞു, ഇങ്ങനെ ഒരു വീട് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ മാതിരി എഴുതി കൊടുത്തു കിട്ടും എന്നൊക്കെ പറഞ്ഞ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സാധനമൊക്കെ കയറ്റി പോന്നോളാൻ പറഞ്ഞു. വീടൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് ഏതായാലും വീട് പോലെ ഞാൻ അവിടെയുള്ള കുറേ ആൾക്കാരെല്ലാം നമ്മളെ നല്ല സഹായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ കൂടെ വണ്ടി കൂടി പൈസ മുടക്കി ഒരു 10,000-1500 രൂപ തന്ന് എന്നെ ഇങ്ങോട്ട് വിടുക. ഇവിടെ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അസുഖമൊക്കെ വരുമെന്നുള്ള ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ല. പള്ളിയിൽ പോകാൻ സൗകര്യം, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഒരു കാര്യത്തിനും തന്നെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ഇപ്പോൾ പരമാർത്ഥം പറഞ്ഞാൽ ഒരു സുഖമായുള്ള ജീവിതം എന്ന് വേണം പറയാനിപ്പോൾ. അത്രയും സന്തോഷമായിട്ടുള്ള ജീവിതമാണ്. എനിക്കിവിടെ വന്നതിന് ശേഷം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇവിടെ നിൽക്കുന്നവർ പലരും ഇവിടെ വന്നിട്ടുള്ളവരുണ്ട്, എന്നെ സഹായിച്ചിട്ടുള്ളവരുണ്ട്. പിന്നെ പരിപൂർണ ഉത്തരവാദിത്വം ബിജുവിന എല്ലാം ദൈവത്തിൻ്റെ ലഭിച്ചിരിക്കുക. അങ്ങനെ ദൈവം പറഞ്ഞിട്ട് ബിജുവിന് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. എന്നൊരു VIP-യുടെ ജീവിതം എൻ്റെ ജീവിതം, സുഖമായ ജീവിതം. ഒരു വലിയ ചിലവൊന്നുമില്ല. ചായ കുടിക്കണ്ട, കള്ളു കുടിക്കണ്ട, വീട് കുടിക്കണ്ട, ഭക്ഷണം 3 നേരം തിന്നാം. 10 കിലോ അരി ഉണ്ട് ഒരു മാസം നമുക്ക് സുഖമാണ്. അത് വെച്ചുണ്ടാവും. എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ആളുകൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ളതാണ്. അതായത് കുരിശ് ഇല്ലാതെ കിരീടമില്ല എന്ന് പറഞ്ഞ പോലെ അവൻ്റെ എല്ലാ ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കുടുംബജീവിതത്തെക്കാളേറെ അവൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് ദൈവവചനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ത്യാഗം സഹിക്കാതെ ഒരു കാര്യം ആർക്കും ഏറ്റെടുത്ത് നടത്താൻ പറ്റത്തില്ല. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല അവൻ പ്രധാനമായിട്ട് കാണുന്നത്. എനിക്കെന്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് അവൻ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിലെനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. മറ്റുള്ളവരെല്ലാം പലരും പലതും പറയുന്നുണ്ട്. സ്വന്തം കാര്യങ്ങളൊന്നും നോക്കാതെ മറ്റുള്ളവരെ ഇങ്ങനെ ശുശ്രൂഷയ്ക്കൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർ ഉയരങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്നാലും അവൻ അതൊന്നും സാധിക്കുന്നില്ലല്ലോ. അവൻ ആ ലളിതമായ ജീവിതത്തിൽ കൂടി ഇത്രയെല്ലാം കാര്യങ്ങൾ എങ്ങനെ ചെയ്തു മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നൊക്കെ പലരും അഭിപ്രായം ചോദിക്കാറുണ്ടെങ്കിലും എനിക്കും പോലും പലപ്പോഴും അസൂയ തോന്നുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത്. ഞാനത് ഉള്ളാലെ ഞാനാണ് അത് പലപ്പോഴും സന്തോഷിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമൊക്കെ ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശുശ്രൂഷ അന്ന് 5 വീടുകളിലാണ് ശുശ്രൂഷ നടന്നത്. ഇപ്പോൾ ആണെങ്കിൽ 300 വീടുകളിൽ
ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. 2 മാസം മുമ്പ് വലിയൊരു ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളുടെ ഓട്ടോ പൂർണ്ണമായിട്ട് തകർന്നു പോയി. പക്ഷേ ജീവിത പങ്കാളിക്ക് ഒരാപത്തും ഇല്ലാതെ ദൈവം ഞങ്ങളെ കാത്തു. ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഒരിക്കലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിലൊക്കെ ആണെങ്കിലും പല ആളുകളിലൂടെയൊക്കെ അത് പരിഹരിച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് വീടുകളിൽ ഞങ്ങളെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെ, അവരൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഞങ്ങളൊക്കെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയും. അതുകൊണ്ട് എനിക്ക് ഒരു ഇങ്ങനത്തെ നമ്മുടെ വീട് പണി പൂർത്തിയാകാത്തതുകൊണ്ട് ഒരു വിഷമമോ സങ്കടമോ ഒന്നും ഉണ്ടായിട്ടില്ല. വീട് സ്ഥലവും ഇല്ലാതെ ഏകദേശം 36ഓളം കുടുംബങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട്. തുടർന്ന് ഇനിയും 2 വീടുകളുടെ പണി ആരംഭിക്കണമെന്ന ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഒരു വീടിൻ്റെ പണിക്ക് ആവശ്യമായ കല്ലും മറ്റ് സാധനങ്ങളും പരലിലൂടെ ഷെയർ ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരു കൊച്ചിന് വേണ്ടി ഒരു വീടിൻ്റെ പണി പൂർത്തിയാകേണ്ടതുണ്ട്. അതുപോലെ തളർന്നു കിടക്കുന്ന ഒരു സഹോദരൻ, പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ കഴിയുന്ന ഒരു സഹോദരൻ്റെ വീടില്ലാത്ത ഒരു സ്വപ്നം, 3 കുഞ്ഞുങ്ങളുള്ള ഒരു സഹോദരൻ്റെ സ്വപ്നം എൻ്റെ കൺമുൻപിലുണ്ട്. അതുപോലെ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും ഒത്തിരിയേറെ ആളുകൾ, ഡോക്ടർമാരായിട്ടും നഴ്സുമാരായിട്ടും ഒത്തിരിയേറെ അധ്യാപകർ ഈ ശുശ്രൂഷ നേരിട്ട് വന്ന് കണ്ടു ബോധ്യപ്പെട്ട് അവർ എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരിയേറെ ആളുകൾ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ കഴിഞ്ഞ വർഷം 2 വർഷമായിട്ട് ഏകദേശം 150 കിറ്റുകൾ, ഏകദേശം 800 രൂപ വില വരുന്ന 150 കിറ്റുകൾ പലരോട് ഷെയർ ചെയ്തപ്പോൾ 150 കിറ്റുകൾ കഴിഞ്ഞ ഓണത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചു. ഈ വർഷത്തെ ഓണത്തിന് ഏകദേശം 200 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് കൊടുക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. സമരക്കാരൻ്റെ ഉമ്മയിൽ മുറിവേറ്റ് കിടന്നിരുന്ന മനുഷ്യൻ്റെ അരികിലൂടെ പലരും പോയപ്പോൾ മനസ്സലിവോടെ ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷ ചെയ്ത സമറിയാക്കാരനെ പോലെ ജാതിയോ മതമോ ഭാഷയോ ഒന്നും നോക്കാതെ അനേകം ദൈവമക്കളിൽ ഈ ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിജുവിനെ ഒരുപാട് അടുപ്പമുണ്ട്. ഈ വീടുകളിലൂടെയൊക്കെയുള്ള ഓടി നടന്നുള്ള ശുശ്രൂഷയിൽ പലപ്പോഴും പങ്കാളിയാകാനും പോകാനൊക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ബിജുവിനെക്കുറിച്ച് പറയുമ്പോൾ ആസ്പെറ്റാസിട്ട് ഒരു ചെറിയ തേക്ക് പോലും ചെയ്യാതൊരു വീട്ടിൽ 4 കുഞ്ഞുമക്കളും ഭാര്യയും പ്രായം ചെന്നൊരു അമ്മയും ശുശ്രൂഷിക്കുന്നതിനിടയിൽ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ മാത്രം ഓടിച്ച് ജീവിക്കുമ്പോഴും അതിൻ്റെ നല്ലൊരു സമയവും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നു. അത് എത്ര ബിജുവിനെ അഭിനന്ദിച്ചാലും മതിവരികയില്ല. ബിജുവിൻ്റെ ഈ ശുശ്രൂഷ അറിയുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്ന അനേകായിരം ആളുകൾക്ക് അവരായിരിക്കുന്ന ദേശങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനുഗ്രഹമായി മാറുവാനുള്ള വലിയ പ്രേരണ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ബിജുവിൻ്റെ വീട്ടിൽ പുതിയൊരതിഥി കൂടിയുണ്ട്. 4ാമത്തെ മകൾ ആഗ്നസ്. വിശുദ്ധ മദർ തെരേസായുടെ പേരുള്ള മകൾ ബിജുവിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന സാന്നിധ്യമാകട്ടെ.